Dear friends, welcome to my class. Learn English Grammar with മാധവ് മാഷ്. കഴിഞ്ഞ ക്ലാസ്സിലെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നെഗറ്റീവ് വാചകത്തിനെ അർത്ഥവ്യത്യാസമില്ലാതെ പോസിറ്റീവ് ആക്കി തീർക്കാനുള്ള മെത്തേഡാണ്. ദാറ്റ് ഈസ് ചേഞ്ചിങ് ദ നെഗറ്റീവ്സ് ഇൻ ടു അഫർമേറ്റീവ്. അപ്പോൾ വാട്ട് യു മീൻ ബൈ അഫർമേറ്റീവ്? ചേഞ്ചിങ് എ നെഗറ്റീവ് സെൻറ്റൻസ് ഇൻ ടു പോസിറ്റീവ് വിത്തൗട്ട് ചേഞ്ചിങ് ദ മീനിങ്. അതായത് അർത്ഥവ്യത്യാസം വരാതെ ഒരു നെഗറ്റീവ് വാചകത്തിനെ പോസിറ്റീവിലേക്ക് കൊണ്ടുവരിക, പോസിറ്റീവ് അർത്ഥത്തിലേക്ക് കൊണ്ടുവരിക. അതാണ് നമ്മൾ അഫർമേറ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചുരുങ്ങിയത് ഒരു 5 or 6 അതിൽ കൂടുതലോ എക്സാമ്പിളുകൾ നിങ്ങൾക്ക് ഞാൻ തന്നു. നിങ്ങൾ വീട്ടിലിരുന്ന് എഴുതിയിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ദിവസേന എഴുതി പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പം കേൾക്കുമ്പോഴേക്കും മനസ്സിലാവും എന്താണ് അഫർമേറ്റീവ് സെൻറ്റൻസേക്ക് എഴുതാൻ പറഞ്ഞാൽ. നെഗറ്റീവ് സെൻറ്റൻസിനെ അർത്ഥവ്യത്യാസമില്ലാതെ പോസിറ്റീവ് ആക്കുന്നതിനെയാണ് അഫർമേറ്റീവ് ആക്കുക എന്ന് പറയും. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് എക്സാമ്പിൾ പറഞ്ഞു. ഇന്നും ഞാൻ കുറച്ച് എക്സാമ്പിളുകൾ കൂടി പറയാൻ പോവുക. ഇന്നത്തെ ഈ എക്സാമ്പിളുകളോട് കൂടി തന്നെ നെഗറ്റീവിനെ അഫർമേറ്റീവ് ആക്കുക എന്നുള്ള ക്ലാസ് ഞാൻ നിർത്തും. അടുത്ത ക്ലാസ് വേറെ സബ്ജക്റ്റ് ആയിരിക്കും. ഇംഗ്ലീഷ് തന്നെ വേറെ വിഷയം വേറെ ആയിരിക്കും. അതായത് റിപ്പോർട്ടർ സ്പീച്ചോ അല്ലെങ്കിൽ ആർട്ടിക്കിളോ മറ്റെന്തെങ്കിലും ആയിരിക്കും. അല്ലെങ്കിൽ കൺജങ്ഷൻ ഉപയോഗിച്ച് വാചകത്തിനെ യോജിപ്പിക്കുക എങ്ങനെയാണെന്നോ ഒക്കെ ആവാനാണ് സാധ്യത. ഏതായാലും ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടരാം. ബോർഡിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ഫസ്റ്റ് എക്സാമ്പിൾ, ഹി ഈസ് നോട്ട് ആൾവേസ് വൈസ്. ദിസ് ഈസ് എ നെഗറ്റീവ് സെൻറ്റൻസ്. യു നോ ദർ ഈസ് നോട്ട്. ഹി ഈസ് നോട്ട് ആൾവേസ് വൈസ്. അവൻ എപ്പോഴും ബുദ്ധിയുള്ളവനല്ല. അതായത് ചില അവസരങ്ങളിൽ അവൻ വിഡിത്തം കാണിക്കാറുണ്ടെന്നതിന് അർത്ഥം. ഹി ഈസ് സംടൈംസ് ഫൂളിഷ്. അപ്പോൾ ഈ സംടൈംസ് ഫൂളിഷ് എന്നുള്ളത് അഫർമേറ്റീവാണ്. ഇതിൻ്റെ ഈ ഈസ് നോട്ട് ആൾവേസ് വൈസ് എന്നുള്ളത്. വൈസ് എന്നുള്ള ബുദ്ധിയുള്ളതെന്നല്ലേ അർത്ഥം. രണ്ടാമത്തെ എക്സാമ്പിൾ, ദേ ആർ നോട്ട് വൈസ്. അവർ ബുദ്ധിയുള്ളവരല്ല. അതിൻ്റെ അർത്ഥം എന്താ? ദേ ആർ ഫൂളിഷ്. സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞാലും വിലൊന്നുമില്ല. ദേ ആർ ഫൂളിഷ്. 3, യു മസ്റ്റ് നോട്ട് ഫോർഗെറ്റ് ദാറ്റ് ഹീ ഈസ് എ സ്റ്റുഡൻറ്റ്. അവനൊരു കുട്ടി വിദ്യാർത്ഥിയാണെന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ഒരു അധ്യാപകൻ എപ്പോഴും ഒരു വിദ്യാർത്ഥിയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികളാകുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ചില അപാകതകളോ തെറ്റും പിഴകളൊക്കെ വരും. അപ്പോൾ ഒരു അധ്യാപകനോ രക്ഷിതാവോ അത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. അല്ലാതെ മറ്റുള്ളവരെ കൈകാര്യം ചെയ്യുന്ന പോലെ സ്റ്റുഡൻസിനെ കൈകാര്യം ചെയ്യാൻ പാടുള്ളതല്ല. അപ്പോൾ യു മസ്റ്റ് നോട്ട് ഫോർഗെറ്റ് ദാറ്റ് അവനൊരു വിദ്യാർത്ഥിയാണെന്ന കാര്യം നിങ്ങൾ മറക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവനൊരു വിദ്യാർത്ഥിയാണെന്ന കാര്യം നിങ്ങൾ ഓർമ്മിക്കണം. അല്ലെങ്കിൽ എഴുതുക, യു മസ്റ്റ് റിമെമ്പർ ദാറ്റ് ഹീ ഈസ് എ സ്റ്റുഡൻറ്റ്. യു മസ്റ്റ്. അപ്പോൾ നോട്ട് ഫോർഗെറ്റ് എന്നതിന് പകരം തോന്നും റിമെമ്പർ എന്നുള്ള പോസിറ്റീവ് രൂപം വന്നു. ചുരുക്കി പറഞ്ഞാൽ ഓപ്പോസിറ്റ് അർത്ഥം വരുന്നു അർത്ഥം. അതുപോലെ വി മസ്റ്റ് നോട്ട് നെഗ്ലക്റ്റ് അവർ ഡ്യൂട്ടീസ്. നമ്മൾ ഒരിക്കലും നമ്മുടെ കടമകളെ അവഗണിക്കരുത്. ശ്രദ്ധിക്കാതിരിക്കുക, നെഗ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. അവഗണിക്കുക എന്നർത്ഥം. അങ്ങനെ അവഗണിക്കുക അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ കടമകൾ ചെയ്യണം, അല്ലെങ്കിൽ കടമകളെ കൺസിഡർ ചെയ്യണം എന്നർത്ഥം. അതിൻ്റെ അർത്ഥം എന്താ പറയുക? വി മസ്റ്റ് ഡു അവർ ഡ്യൂട്ടീസ്. നമ്മൾ നമ്മുടെ കടമ ചെയ്യണം. അതിൻ്റെ അർത്ഥം കടമ നമ്മൾ അവഗണിക്കരുത്. വി മസ്റ്റ് നോട്ട് നെഗ്ലക്റ്റ് അവർ ഡ്യൂട്ടീസ്. വി മസ്റ്റ് ഡു അവർ ഡ്യൂട്ടീസ്. നോ വൺ ഡിനൈഡ് ഹിസ് ഹോണസ്റ്റി. ഒരാളും അവൻ്റെ സത്യസന്ധതയെ നിഷേധിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും അവൻ്റെ സത്യസന്ധതയെ അംഗീകരിച്ചു. ആക്സെപ്റ്റഡ് എന്നോ അഡ്മിറ്റഡ് എന്നോ വയ്ക്കാം. എവരി വൺ ആക്സെപ്റ്റഡ് വേണം. ഒരു അക്ഷരം കുറവുണ്ട്, ഒരു സ്പെല്ലിംഗ് കുറവുണ്ട്. ആക്സെപ്റ്റഡ് ഹിസ് ഓണസ്റ്റി. എവരി വൺ ആക്സെപ്റ്റഡ് ഹിസ് ഓണസ്റ്റി. അല്ലെങ്കിൽ എവരി വൺ എന്നുള്ള എപ്പോഴും സിംഗുലറാണ്. അപ്പോൾ ആക്സെപ്റ്റ്സ് വേണം, എസ് കൂട്ടേണ്ടി വരും. പാസ്റ്റ് ടെൻസ് ആക്കി എഴുതാം. അപ്പോൾ ഡിനൈഡ് പാസ്റ്റ് ടെൻസ് ഉള്ള ഇവിടെ ഉപയോഗിച്ചത്. നോ വൺ ഡിനൈഡ് ഹിസ് ഓണസ്റ്റി. എവരി വൺ ആക്സെപ്റ്റഡ് ഹിസ് ഹോണസ്റ്റി. എച്ച് എന്ന് പറയാൻ പാടില്ല, ഓണസ്റ്റി എന്നേ പറയാം. അവിടെ എച്ചിന് ഉച്ചാരണമില്ല, നിങ്ങൾ ഓർമ്മിക്കുക. ഇനി നോ വൺ വാസ് ആബ്സെൻറ്റ്. ഒരാളും ആബ്സെൻ്റ് ആയിരുന്നില്ല. എന്താ ഉത്തരം? ഓൾ വേർ പ്രസൻറ്റ്. ഈ നെഗറ്റീവ് വാചകം പോയിട്ട് പോസിറ്റീവായി അർത്ഥവ്യത്യാസമില്ല. ദേ വേർ നോട്ട് അഫ്രൈഡ്. അവർ ഭയമുള്ളവരായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ദേ വേർ ബ്രേവ് ഓർ ദേ ആർ ബ്രേവ്. ആർ നോട്ട് അഫ്രൈഡ് എന്നുള്ളത് ആർ ബ്രേവ് എന്നാക്കി വെച്ചു, അഫർമേറ്റീവായി. ഇനി കുറച്ചുകൂടി നീണ്ട വാചകങ്ങൾ, അഡ്വാൻറ്റേജ് ക്ലോസ് ഓഫ് കമ്പാരിസൺ ആയിട്ടുള്ള വാചകങ്ങൾ പറയും. നോ സൂണർ എന്നുള്ള കൺജങ്ഷൻ ഉപയോഗിക്കുകയാണ്. നോ സൂണറിൻ്റെ കോറിലേറ്റീവ് കൺജങ്ഷൻ ദേനാണ്. നോ സൂണർ ദേന വെച്ചിട്ട് എഴുതാൻ പറ്റുന്ന വാചകം. നോ സൂണർ ഡിഡ് ഐ റീച്ച് ദ സ്റ്റേഷൻ ദെൻ ദ ട്രെയിൻ ലെഫ്റ്റ്. എന്താ അർത്ഥം? ഞാൻ സ്റ്റേഷനിലേക്ക് എത്തിയില്ല,
അപ്പോഴേക്കും ട്രെയിൻ സ്ഥലം വിട്ടു. അതിൻ്റെ അർത്ഥം ഞാൻ സ്റ്റേഷനിലേക്ക് എത്തിയില്ല, എത്തിയ ഉടനെ എന്നല്ല അർത്ഥം. അതെങ്ങനെയാണ് ഒരു ഉത്തരം? ആസ് സൂൺ ആസ് ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ലെഫ്റ്റ് എന്നാണ്. അപ്പോൾ ഇത് പോസിറ്റീവ് വാചകമായി, അഫർമേറ്റീവായി. ഇത് നോ സൂണർ ഡിഡ് ഐ. നോ സൂണറിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇൻവേർഷൻ ഓഫ് സബ്ജക്റ്റ് ആൻഡ് ഓക്സിലറി വരും. നോ സൂണറിനുള്ളത് അങ്ങനെയാണ്. അപ്പോൾ നോ സൂണറിനും നൈദറിനൊക്കെ അതിൻ്റെ പ്രശ്നമുണ്ട്. ഇൻവേർഷൻ ഓഫ് സബ്ജക്റ്റ് ആൻഡ് ഓക്സിലറി. ഈ ഡിഡ് ഐ റീച്ച് എന്നാണ്. ആസ് സൂൺ ആസ് ഐ റീച്ച്ഡ് എന്ന് തോന്നുന്നു കേട്ടോ. ആസ് സൂൺ ആസ് ഐ റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ലെഫ്റ്റ്. അപ്പോൾ നോ സൂണർ ദ എന്നുള്ള നെഗറ്റീവ് വാചകം അഫർമേറ്റീവ് ആക്കണമെങ്കിൽ ആസ് സൂൺ ആസ് വെച്ചാൽ മതി. ആസ് സൂൺ ആസ് എന്നുള്ളത് എഡ്യൂട്ട് ക്ലോസ് ഓഫ് ടൈമാണ് കാണിക്കുന്നത്. അത് പിന്നെ പറയാം. ഇവിടെ കമ്പാരിസനാണ് കാണിക്കുന്നത്. ഇനി നോ വൺ ബട്ട് രാമ വൺ ദ പ്രൈസ്. രാമനല്ലാതെ മറ്റാരുമല്ല സമ്മാനം നേടിയത്. അതിനർത്ഥം എന്താ? രാമൻ മാത്രമാണ് സമ്മാനം. ഓൺലി രാമ വൺ ദ പ്രൈസ്. രാമൻ മാത്രമാണ്. നോ വൺ ബട്ടിന് അങ്ങനെ നെഗറ്റീവ് അർത്ഥമുണ്ട്. നോ വൺ രാമനല്ലാതെ മറ്റാരും ഒന്നാം സമ്മാനം നേടിയില്ല. അതുകൊണ്ട് അർത്ഥം രാമൻ മാത്രമാണ് സമ്മാനം നേടിയത്. ഓൺലി രാമ വൺ ദ പ്രൈസ്. അപ്പോൾ ഞാനിവിടെ 9 എക്സാമ്പിൾ തന്നു. ഈ ഓൾ ദീസ് എക്സാമ്പിൾസ് ആർ ടു ബി റിപ്പീറ്റഡ് ഓർ റൈറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സും ഈ ക്ലാസ്സോടും കൂടി നെഗറ്റീവ് വാചകത്തിനെ അഫർമേറ്റീവ് ആക്കുക എന്നുള്ള പരിപാടി കഴിഞ്ഞു. എന്താ ഇപ്പോൾ അഫർമേറ്റീവ് ആക്കുക? ഒരു വാചകത്തിനെ അഫർമേറ്റീവ് ആക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? നെഗറ്റീവായി തരുന്ന വാചകങ്ങളെ വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് മീനിങ് ദാറ്റ് സെൻറ്റൻസ് ഷുഡ് ബിക്കം പോസിറ്റീവ്. അർത്ഥവ്യത്യാസമില്ലാതെ വാചകം പോസിറ്റീവ് ആക്കുന്നതിനെയാണ് അഫർമേറ്റീവ് എന്ന് പറയുന്നത്. ഗോട്ട് ക്ലിയർ? യെസ്. എൻ്റെ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുകയും ഫോളോ ചെയ്യുക, ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. പഠിക്കാൻ താല്പര്യം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അമ്മമാരെ ഒഴിവ് സമയത്ത് ഇരുന്നത് കണ്ട് വീട്ടിൽ ക്ലാസ് കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് തിരിച്ച് പറഞ്ഞു കൊടുക്കുക, എഴുതി കൊടുക്കുക. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളിത് കമൻസിൽ പറഞ്ഞാൽ മതി. ഞാൻ ഉത്തരം പറഞ്ഞു തരുന്നതാണ്. താങ്ക് യു.